പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് ഈ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കാൻ ഈ ആരാധന നിമിഷങ്ങളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛനിലേക്ക് പരിശുദ്ധാത്മാന അഭിഷേകം നിറഞ്ഞ് പരിശുദ്ധ അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ വേണ്ടുന്ന വചനബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത മേഖലകളെ മുഴുവനും ഈ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാദത്തികളെ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ ആരാധന ആരാധന, ഈശോയെ ഈശോയെ ആരാധന ആരാധന, ഈശോയെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ നന്ദി, സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമുക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഈ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കാം.
നമ്മളായിരിക്കുന്ന അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്ന ദിവസം നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വേദനകൾ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന് ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതി സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിത മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. ലൈറ്റ് കാലിബ്ര റിക്വസ്റ്റിൽ സമർപ്പിക്കപ്പെട്ടുള്ള എല്ലാ നിയോഗങ്ങളും, ഓൺലൈനിലായി തീർത്ഥാടന ഉടമ്പടിയായി സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും, ഇവിടെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ സമസ്ത മേഖലകളെയും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെയും, കൃപാസനത്തിലൂടെ നൽകപ്പെടുന്ന ഓരോ ശുശ്രൂഷ മേഖലകളെയും നമുക്ക് മൗനമായി സമർപ്പിക്കാം. ഈ ലോകജനത മുഴുവനും പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് കർത്താവിൻ്റെ കാരുണ്യം കൃപയും അനുഭവിച്ച് ഈ ലോകത്തിന് മധ്യയായിരിക്കുവാൻ വരാനിരിക്കുന്ന ലോകത്തിലേക്ക് എത്തിച്ചേരുവാനും ഇടയാക്കണമെന്ന് നമുക്ക് മൗനമായി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചുതരുവാൻ കനിയണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഉദ്ദേശം ഉടമ്പടി എടുക്കാനിരിക്കുന്നവരും ഉടമ്പടി എടുത്തവരും അവർക്ക് ആ ഉടമ്പടി എടുത്ത പ്രകാരമുള്ള വിഷയങ്ങൾ സുവിശേഷത്തിൻ്റെ ഒരു വിചാരധാര, ദ ഗോസ്പൽ റീസൺ അല്ലെങ്കിൽ ഗോസ്പൽ റീസണിങ്, സുവിശേഷം മുന്നോട്ട് വെക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ വെക്കുന്ന ഒരു ഡിവൈൻ റീസൺ ഉണ്ട്. നമ്മൾ പറയുന്നൊരു മാനുഷികമായ റീസൺ അല്ലത്. പക്ഷേ എല്ലാ ഡിവൈൻ റീസണും അനുസരിച്ച് ഈ ഉടമ്പടിയെ എങ്ങനെ സമീപിക്കാൻ പറ്റും, ഉടമ്പടി വിഷയങ്ങളെ എങ്ങനെ സമീപിക്കാൻ പറ്റും, ഉടമ്പടി വിഷയങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട. എന്നാൽ അങ്ങനെ ഇരുന്നാൽ
പെട്ടെന്ന് നമ്മുടെ ഉടമ്പടി വിഷയത്തിൻ്റെ മേൽ ദൈവിക ഇടപെടലുണ്ടാകുന്ന സുവിശേഷ മാർഗങ്ങളാണ് പലപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ ധ്യാനിക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഉടമ്പടി ധ്യാനത്തിലൂടെ വെളിവാകുന്ന സുവിശേഷ വഴികൾ കണ്ടെത്തുവാൻ അതിന് അനുപേക്ഷണീയമായ ദൈവവചനങ്ങൾക്ക് ഗ്രഹിക്കാൻ പ്രത്യേക അഭിഷേകം ലഭിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അതിരത്തെയും ചിന്തകളെയും വിചാരധാരകളെയും അങ്ങ് പൂർണ്ണമായി ആരാധനാ നിമിഷം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ തിരുവത്താഴ മേശയിൽ സംഭാവന തിരുവത്താഴ മേശയിൽ സംഭാവനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിൽ എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? അഥവാ ഉടമ്പടി നമ്മൾക്ക് എന്ത് നേടിത്തരുന്ന പ്രാർത്ഥനയാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കറിയാം, ഉടമ്പടിയും വാഗ്ദാനവുമായിട്ടാണ് ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടിയുടെ കൂടെ തന്നെയാണ് ദൈവം എപ്പോഴും വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുന്നത്. ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും, ജോലി, വീട്, വിവാഹം തൊട്ട് നിത്യത വരെ എല്ലാം ദൈവം, അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം അത് നേടുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ദൈവം അത് സിമ്പിൾ ബ്ലെസ്സിങ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കേവല അനുഗ്രഹങ്ങളല്ല, ദൈവം വാഗ്ദാനങ്ങളാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണതെല്ലാം വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ ഒരു അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. പഞ്ചായത്തിൽ ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുള്ള കുളം അല്ലെങ്കിൽ ഒരു ജലസംഭരണി, ഒരു കണ്ടം എന്നൊക്കെ പറയാം ആലപ്പുഴ പ്രദേശത്ത്, അത് ഒന്ന് ആഴപ്പെടുത്തി ഭംഗിയാക്കി അതിൽ മെയിൻ വളർത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി ഒരു ആപ്ലിക്കേഷൻ വെക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് വെക്കുന്നു. പക്ഷേ ഗവൺമെൻറ് എന്താണ് ചെയ്യണത്? ഉടനെ അതിന് സ്കീമുണ്ടോ എന്ന് നോക്കും. അതൊക്കെ മുമ്പ് തന്നെ ഗവൺമെൻറ്റിന് ആ വിഷയത്തിൽ പദ്ധതി ഉണ്ടോ എന്ന് നോക്കും. പദ്ധതിയാണ് ആദ്യം നോക്കുന്നത്. പദ്ധതി ഇല്ലെങ്കിൽ അപ്പം തന്നെ അപേക്ഷ തള്ളിപ്പോകും. പദ്ധതി ഉണ്ടെങ്കിൽ അതൊരു സ്കീം ഉൾപ്പെടുത്തിയായിരിക്കും ഗവൺമെൻറ് അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ സ്കീം ഇപ്പോഴുണ്ടോ എന്ന് നോക്കും. പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല, സ്കീം ഇപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വിഷയമാണ് ബൈബിളിലുള്ളത്. പക്ഷെ ബൈബിളിലുള്ള ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ
എല്ലാത്തിനും വേണ്ടി പദ്ധതിയുണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും വേണ്ടി സ്കീമുണ്ട്. അതാണ് ഈ ലോകത്തിൻ്റെ രാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ലോകരാജ്യത്തിൽ ഇന്ന ചില കാര്യങ്ങൾക്ക് ചില കാലങ്ങളിലായിരിക്കും പദ്ധതി ഉണ്ടാകണത്, സ്കീം ഉണ്ടാകണത്. ദൈവരാജ്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാലങ്ങളിലും സ്കീമുണ്ടാകും. ഈ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സ്കീം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ റിയ റേച്ചലിൻ്റെ സാക്ഷ്യം കേട്ടാൽ നമ്മൾക്ക് വളരെ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. റിയ റേച്ചൽ എന്താ പറയണത്? ആ സാക്ഷ്യം നല്ല റീച്ചിങ്ങുള്ള സാക്ഷ്യമാണ്. അവരുടെ വിഷയം, അവരുടെ ഒരു 12 വയസ്സിൽ വെച്ച് അവരുടെ മുടി മൊത്തം പോകും, തലമുടി മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ നമുക്കറിയാമല്ലോ. എന്നിട്ട് ഇതിന് വേണ്ടി ഇവർ 8 കൊല്ലത്തോളം ചികിത്സ നടത്തും. കാര്യം പെൺകുട്ടിയാകുമ്പോൾ, വളർന്നു വരുന്ന പെൺകുട്ടിയാകുമ്പോൾ അവരത് പറയുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് തലമുടി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത മാനസിക പീഡ അവരനുഭവിക്കുകയാണ്. എല്ലാ മേഖലകളിലും അത് പ്രശ്നമാകും. അവരുടെ പ്രൊഫഷനെ ബാധിക്കും, വിവാഹത്തെ ബാധിക്കും, കുറേ പ്രശ്നങ്ങളാണ്. അല്ലാതെ നമ്മളൊരു തലമുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം അല്ലത്. അത് മുന്നോട്ട് ചെല്ലുന്തോറും ഉത്കണ്ഠകളുടെ പെരുക്കമാണ് വരണത്. എന്താ വരണത്? അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കും തീർച്ചയായിട്ടും. പിന്നീട് അവരുടെ വിവാഹത്തെ ബാധിക്കും. ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അവർ 8 കൊല്ലമാണ് ഈ റിയ റേച്ചൽ ചികിത്സ നടത്തുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് 8 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട ലഭ്യമായിട്ടുള്ള എല്ലാവിധ ചികിത്സകളും അവരത് നടത്തുകയാണ്. പക്ഷെ അതിന് വലിയ ഫലമില്ലെന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു പാർശ്വമായിട്ട് കഷണ്ടിയായി പോകുന്ന അവസ്ഥയല്ല. ഇവർ ഫുൾ ബ്ലാഡഡാണ്. അതായത് മുഴുവൻ കഷണ്ടിയായി പോവുകയാണ്. മുഴുവൻ കഷണ്ടിയായി പോകുമ്പോൾ ഇപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ആണെങ്കിൽ അവർ കഷണ്ടിയായി കീമോ ഒക്കെ എടുക്കുമ്പോൾ കഷണ്ടിയായി പോയാലും ഒരു ടൈം കഴിയുമ്പോൾ അത് തിരിച്ചു വരും, ആ മുടികൾ തിരിച്ചു വരും. അങ്ങനെ ബാൾഡായി പോണതല്ല. ഇത് ഒരു ഡിസീസാണ്. അവർ ആ ഡിസീസിൻ്റെ പേര് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അലോപേഷ്യ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപേഷ്യ ഏരിയറ്റ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് അവർ പറയണത്. എന്ന് വെച്ചാൽ അതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. കോശങ്ങളെ കൺസ്യൂം ചെയ്യും. അതാണല്ല ഓട്ടോ ഇമ്മ്യൂണിൻ എന്ന് പറയണത്. അതായത് കോശങ്ങളെ കൺസ്യൂം ചെയ്യും, തിന്നുകളയും. പിന്നെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇതിന് മരുന്നുമില്ല. ഈ ഒരു സ്ഥാനം അങ്ങനെ 8 കൊല്ലം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. എവിടെ ചെന്നാലും വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ട് ഇവിടെ. കാര്യം ഇത് കോശങ്ങളെ കഴിക്കുന്ന അലോപേഷ്യ ഏരിയറ്റ രോഗമാണ്, ഓട്ടോ ഇമ്മ്യൂണിനാണ്. കോശങ്ങൾ കഴിക്കുന്നതാണ്. നമുക്ക് നിലവിൽ അതിന് മരുന്നില്ല എന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും ഇവർ? ഇത്രയും നല്ല കാശ് കുറേ മുടക്കി കാണുമല്ല, ഒരുപക്ഷെ ആയിരക്കണക്കിന് രൂപ മുടക്കി കാണും. 8 ലക്ഷം 8 വർഷം എടുത്തില്ലേ? അപ്പോൾ ഈ കേസ് ഹിസ്റ്ററി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോയുടെ അമ്മയുടെയും നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥ ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അല്ല ഒരു കഥ കേൾക്കുകയല്ല. ഈ അൾത്താറയെ വെച്ച് എന്താണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ വെച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ പണ്ട് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ വിഷയം പറയുകയല്ല. ഇന്ന് ഈശോ ഇപ്പം ഇവിടെ വെച്ച് എന്ത് ചെയ്തതെന്നാണ് ഞാൻ പറയണത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അച്ഛൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളെല്ലാം പറയും. ആ കാരണങ്ങളെല്ലാം നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ റെക്ടിഫൈ ചെയ്താൽ
ഇതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് നമുക്ക് ഏത് സമയത്തും ഉണ്ടാവും. അത്ഭുതങ്ങളൊന്നും അത്ര ഒരു അകലെയല്ല. ശരിക്കും കൃപാസനത്തിൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാരെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലോപേഷ്യ ഏരിയാറ്റ രോഗത്തിന് മെഡിസിൻ ഇല്ല. അത് കോശങ്ങളെ തിന്നുന്ന രോഗമാണ്. പക്ഷേ ഈ മെഡിസിന് മെഡിസിൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേ ഇവരുടെ അമ്മ, റിയ റേച്ചലിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കുന്നത്. അവർ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, അവർ പറയുന്ന സാക്ഷ്യം, അതായത് അവരാദ്യം ഈ 6 കാര്യങ്ങൾ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 6 കാര്യങ്ങളിൽ ആദ്യം എഴുതണത് എന്താണെന്ന് അറിയാമോ? എൻ്റെ മകളുടെ തലയിൽ 10 വർഷമായിട്ട്, അതായത് 8 വർഷം മരുന്ന് ഉപയോഗിച്ചു, 2 വർഷം ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ 8 വർഷം, ഈ 10 വർഷത്തോളം കാലം അവർ വേറെ വിഗ് വാങ്ങിച്ച് വെച്ച് നടക്കുകയാണ്. അതാണ് 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മുഴുവനും ഈ റിയ ഒരു വിഗ്ഗും വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇനി ഭാവിയിൽ ഡയറക്റ്റ് വിവാഹത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ടും പ്രൊഫഷൻ്റെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അവളുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വെക്കുന്ന കാര്യം എന്താണ്? എൻ്റെ മകളുടെ തലയിലുള്ള തലമുടിയെല്ലാം തിരിച്ചു വരണമെന്നാണ് ആദ്യം എഴുതി വെക്കണം, മാതാവിനോട് പറയണത്. അപ്പം നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഒരിടത്ത് പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? അതാണ് ചോദ്യം. ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഇതുപോലെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ലഭ്യമായ എല്ലാ പ്രാർത്ഥനാ രീതികളും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം മാത്രമല്ല, അതിൻ്റെ ഇരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളെ, പ്രാർത്ഥിച്ച ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഡിഫർ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉടമ്പടിക്കുള്ള പ്രത്യേകത? ഈ ഉടമ്പടിയിൽ ഇത് വെക്കുകയും 90 ദിവസം, ഉടമ്പടിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 90ആണ്. അത് വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിൽ കുടികൊള്ളുന്നത്, ആ ദൈവസാന്നിധ്യമാകുന്ന കൃപാസനം, ആ ദൈവവചനം ഉൾക്കൊള്ളുന്ന കൃപാസനം എന്ന് പറയുന്ന സ്വർണ്ണ പേടകം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ 90 ദിവസമാണ് അതിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയാണ്. പഴയ നിയമത്തിൻ്റെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണപേടകത്തിൽ കർത്താവിൻ്റെ വചനമാണ് ദൈവസാന്നിധ്യമായിട്ടിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നവനായ ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാനാണ് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്മ കൃപാസനമായി മാറണത്. അമ്മ ഈ കൃപാസനമെന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് 89-ലാണ് അമ്മ എന്നോട് പറയണത്. അതായത് ഞാനൊരു മരിയൻ ഇയർ അന്നുണ്ടായിരുന്ന കാലത്ത് അമ്മയെ ഞാൻ 7000 കുടുംബങ്ങൾ, അല്ല 1500 കുടുംബങ്ങൾ ഞാൻ കയറി ഇറങ്ങി അവർക്കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയുടെ തിരുസ്വരൂപത്തെ സ്വീകരിച്ച ഒരു ആഗസ്റ്റ് 11 1987. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ തുടങ്ങിയത്. അല്ല, ഇത് ഓൾ ഓൺ എ സഡൻ 2004 സംഭവിക്കണ വിഷയമല്ല. 87, അതായത് ഞാനിത് പറയണമെങ്കിൽ, അതായത് നിങ്ങളും ഇതുപോലെ ഈ വിഷയങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് സീരിയസ്നെസ് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകാത്തത്. വേറെ ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് ഓർക്കൊണ്ട് മാതാവിൻ്റെ രൂപം കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നതാണ് വിഷയം. അതിൽ ഇതുപോലെ എല്ലാ ഇടവക അംഗങ്ങളെയും മെഴുകുതിരിയും കത്തിച്ച് പുറത്തിറക്കി
ആയിരങ്ങളെ കൊണ്ട് ജപമാല ചൊല്ലിച്ച് അമ്മയെ സ്വീകരിക്കുമ്പോൾ രാത്രി മുഴുവൻ പള്ളിയിൽ സ്വീകരിച്ചിട്ട് അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പല ഇടവകകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പം അമ്മയ്ക്കറിയാം ഏതെല്ലാം ഇടവകയിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെയൊക്കെ സംഭവിച്ചതെന്ന്. ചില ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പതാകയ്ക്ക് സ്വീകരണം കൊടുക്കണം, ഒരു മാലയും ഇട്ട് ഒരു കൈക്കാരനും ഒരു അച്ഛനൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ഇട്ട് അമ്മയെ പറഞ്ഞു വിടും. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, അതാണ് വിഷയം. അല്ല ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാന വട്ടമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ അങ്ങനെ ചെയ്ത് നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഓരോ വിഷയവും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഒരു ഇൻറ്റ്യൂഷൻ തരണം. അത് പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും. പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കും ചില ആൾക്കാർക്ക് വളരെ വൈകാരികമായിട്ട് എടുക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ ഈ റിയ റൈച്ചൻ്റെ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉള്ളൊരു സാക്ഷ്യം, അതുപോലെ രസകരമായൊരു സാക്ഷ്യമുള്ളത് ഷേർലി വട്ടിയൂർക്കാവാണ്, ട്രിവാൻഡ്രത്തെ ഷേർലിയുടെ സാക്ഷ്യം. ഷേർലിയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു മകന് ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴെന്താ ചെയ്തത്, എൻ്റെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, UK ഇൻ്റർവ്യൂ ആണ്. അവൻ +2 ആണ്. പക്ഷേ ആ ഫോൺ ഇൻ്റർവ്യൂവിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ് അവന് ടെൻഷനായി, പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ട പിന്നെ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോഴെന്താ അവർ ചെയ്യണത്, അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ മകനെ നീ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കും, നിനക്ക് അമ്മ അത് തരും. ഈ ചില അമ്മമാർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്, അതായത് ഇവൻ തകർന്നു പോയി, ഇവൻ്റെ ആ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഷേർലി പറയും അടുത്ത ഇൻ്റർവ്യൂവിന് നീ പങ്കെടുക്കും, അമ്മ നിനക്കത് തരും. എന്നിട്ട് ഇവർ പറയണ ഒരു സാക്ഷ്യമുണ്ട്. ഞാനൊരു കാശ്രവൻ കൃപാസനത്തിൽ വന്ന് അച്ഛനോട് വെഞ്ചരിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ്റെ കാശ്രവം അവൻ്റെ പോക്കലിട്ട് കൊടുത്ത്, പോക്കറ്റിലിട്ടല്ല പ്രശ്നം, പോക്കറ്റിലിട്ടിട്ട് ആ കാശ്രവത്തിലെ അമ്മയുടെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു വിഷയം ചെയ്യേണ്ട രീതി കണ്ടില്ലേ, ഒരു കാശ്രവമുണ്ട്, നീ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പറയണത്. അവർ പറയണത് ആ കാശ്രവം കൊണ്ടുപോയിട്ട് അവൻ്റെ പോക്കറ്റിലിട്ടിട്ട് അത് മാതാവിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഇരിക്കണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്ലേസ് ചെയ്യുന്നതാണ് പറയണത്. ഇതെന്ന് പറയണത് ഒരാളിന് ദൈവവുമായിട്ടുണ്ടാകുന്ന വൈകാരികമായ ഒരു ബന്ധമാണ്. വിശ്വാസമെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, വിശ്വാസം ഒരിക്കലും കേവല വിശ്വാസമായിട്ട് നിൽക്കത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ കേവല വിശ്വാസത്തിൻ്റെ കൂടെ ദൈവസ്നേഹമുണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണതെന്ന് ഞാൻ പറയണം. ഇപ്പം ആദ്യത്തത്, ഇപ്പം റിയ റൈച്ചൻ്റെ വിഷയം എന്താണ്, അവർ 90 ദിവസമായപ്പോൾ 10 വർഷത്തിന് ശേഷം ലോകത്തിലുള്ള മുഴുവൻ മരുന്നും എല്ലായിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടിയിൽ അമ്മേ എൻ്റെ മകൾക്ക് തലമുടിയില്ല, അമ്മ തിരിച്ച് തലമുടി വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ആദ്യ ഉടമ്പടി എന്ന് പറയുമ്പോൾ 90 ദിവസമാണ് ഉടമ്പടിയുടെ ദിവസം. ആ 90-ാം പക്വമാകുമ്പോൾ മുട്ടി വളർന്ന് അങ്ങോട്ട് കയറും. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം, സാക്ഷ്യം ഇട്ട് കൊണ്ട് കിടപ്പുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂണിയ ഡിസീസ് വെച്ചാൽ കോശങ്ങൾ കഴിക്കുന്നത് കാരണം ഒരു കാലത്തും മുടി വരത്തില്ല. അപ്പോൾ ആ വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഉടമ്പടിയിൽ അതിനൊരു തീരുമാനം ഉണ്ടാകണത്. ഇപ്പോൾ അസാധ്യമെന്ന് തോന്നണ ആ വിഷയത്തിന് ഉടമ്പടി തീരുമാനം ഉണ്ടായെന്നല്ല അച്ഛൻ്റെ പ്രശ്നം. ഉടമ്പടി തീരുമാനം ഉണ്ടായ സാക്ഷ്യത്തിലുണ്ടല്ലോ. എൻ്റെ വിഷയം ഉടമ്പടിയിൽ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത്, ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉടമ്പടിയിൽ ഉണ്ടായത്, പെട്ടെന്നുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവരുടെ വിശ്വാസമാണ് ഒന്ന്.
എന്നുവെച്ചാൽ റിയ റൈച്ചൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ ജോലി, വീട് വെക്കണം, ലോൺ കിട്ടണം, മൂത്ത മകൾക്ക് പ്രൊമോഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് 5 എണ്ണം എഴുതിയതിന് ശേഷം 6ാമത്തത് ഒക്കട്ടെ കിട്ടിയ കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വേണേ എഴുതും. എൻ്റെ മകളുടെ തലയിൽ മുടിയില്ല, അത് നടക്കാത്ത കാര്യമാണ്, അത് ദൈവത്തിനും നടക്കത്തില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാണ് ഈ 6ാമത്തെ കാര്യമായിട്ട് എഴുതണത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉടമ്പടിയിൽ 6ാമത്തെ കാര്യം എഴുതുന്നത് നിങ്ങളുടെ വിശ്വാസം ഏത് ലെവലിലുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റത്തില്ലെങ്കിലും മാതാവിനതറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അവസാനം 6ാമത്തായിട്ട് നീ എഴുതിയ എന്താണ്? 25 വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകുടി മാറണേ. അതെന്താ 6ാമത്തായിട്ട് എഴുതിയത്? അതാണല്ല നീ ഇത്രയും നാൾ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കണത്. ഇതെങ്ങനെയാണ് 6ാമത്തായിട്ട് വന്നത്? ഇപ്പം നിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചത്ത് മാത്രമേ ഇത് തീരത്തുള്ളൂ, ദൈവത്തിന് പോലും ഈ കുടി മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈ 6ാമിൻ്റെ പ്രശ്നം. അതായത് ഈ ഒരു ഒറ്റ ഈ 6ാമത് ഈ സാധനം വെച്ചിരിക്കണ കാരണം തന്നെ നിൻ്റെ മുഴുവൻ ഉടമ്പടി തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ നീ എന്താണ് ഈ 6ാമത് വെച്ചിരിക്കുന്നത്? 6ാമത്ത് വെച്ചിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ കാര്യം ചിലപ്പോൾ ഒത്ത കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല. ആ മനുഷ്യനിപ്പം 30 കൊല്ലമായി വെള്ളം അടിക്കണത്. കല്യാണ ദിവസം വരെ വെള്ളം അടിച്ചതാണ് ആ മനുഷ്യൻ. അപ്പം അതെങ്ങനെ മാറാനാണ്? പിന്നെ മാതാവിന് ശക്തി ഉണ്ടെങ്കിൽ മാറട്ടെ. അപ്പം ദൈവത്തിൻ്റെ ശക്തിയെയും പരിപാലനയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലരും 6ാമത്തെ കാര്യം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 6ാമത്തെ കാര്യം ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം തന്നെ ഉള്ളതെല്ലാം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്, ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ഇപ്പം റേച്ചലിൻ്റെ അമ്മയ്ക്ക്, റിയ റേച്ചലിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ മകൾക്ക് എന്ത് ഓട്ടോ ഇമ്മ്യൂണി ഡിസാണെന്ന് പറഞ്ഞാലും ശരി, പരിശുദ്ധ അമ്മ വിചാരിച്ചാൽ എൻ്റെ മകൾക്ക് മുടി തിരിച്ചു വരുമെന്ന്. അത് 6ാമത്തെ കാര്യമല്ല, 1ാമത്തെ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ വിജയിക്കാൻ കാരണം. ഏറ്റവും അസാധ്യമായ കാര്യം 1ാമത്തെ കാര്യമായിട്ട് എഴുതിയിരിക്കണം. അപ്പോഴെന്ന് വെച്ചാൽ അത്രയും ദൈവത്തിൽ ആ വ്യക്തി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാ വിഷയങ്ങളും രക്ഷപ്പെടുന്ന കാര്യം ആദ്യത്തെ വിഷയത്തിൽ തന്നെ അവർ കവർ ചെയ്ത്, ഉടമ്പടി ഡിമാൻഡ്സ് കവർ ചെയ്തു. കാര്യം ഒരു വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിക്കണത്? ദൈവം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവരിത്തിങ്ങിന് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ റിയ റേച്ചലിന് മുടി തിരിച്ചു വരാൻ കാര്യം എന്താണ്? മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അവളുടെ പ്രൊഫഷൻ നോക്കുമ്പോൾ മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അതിന് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. മുടി അതാണ് ഈശോ പറയണത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6:32 എഴുതിയിരിക്കണില്ലേ? മത്തായി ശ്ലീഹ 6:32 എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അപ്പൊ അതൊന്ന് വായിച്ചോളൂ. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അതാണ് ഇത് അപ്പം നിങ്ങൾ ഓർക്കും, ഇപ്പോൾ 6:31 എഴുതിയിരിക്കുന്നത് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളുടെ കൂടെ
ബാക്കി വരുന്ന കുറേ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈശോ 6:33 അത് കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. മത്തായി ശ്ലീഹ 6:33 എന്താ എഴുതിയിരിക്കണത്? ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. എന്നിട്ട് പറഞ്ഞ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം അവിടെയാണ് വിഷയം വേണ്ടത്. അവിടെ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്നല്ല, മറ്റുള്ളവയെല്ലാം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം, ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം. അത് അവർക്ക് തലമുടിയാണ് ആവശ്യമെങ്കിൽ അതും. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ഷേർലിയില്ലേ, ഷേർലിയുടെ മകൻ്റെ എന്താ പ്രശ്നം? ഷേർലിയുടെ മകൻ്റെ വിഷയം എന്ന് പറയുന്നത് അവന് +2 ആണ്, പക്ഷെ അവന് യൂറോപ്പിൽ പഠിക്കണം. +2 ആണ്, അവൻ യൂറോപ്പിൽ പഠിക്കണം. അതിനേക്കാളൊക്കെ വലിയൊരു വിഷയമുണ്ട് അവന് ഈ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലായി നമ്മൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് പിന്നെ അലർജിയാണ്. അവൻ്റെ പേര് അലൻരാജ് എന്നതിൻ്റെ പേര്. അലൻരാജിന് ഓൺലൈൻ ക്ലാസ് അലർജിയാണ്. അപ്പം അവൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് തലയിലെ വെള്ളം പറ്റുകയാണ്, എടാ നീ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇവന് ഒരു ടൈം കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെങ്ങനെ മാർക്ക് കിട്ടണത്? മാർക്ക് കിട്ടത്തില്ല. അവൻ തോക്കും, ഉറപ്പായിട്ടും തോക്കണത് തന്നെയല്ല. ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ ഒരു കല്ലിപ്പറ കൊണ്ട് വലിഞ്ഞ് കയറിയാൽ പോലും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അവരുടെ വിഷയം. അപ്പോൾ അത് അവരുടെ ഉടമ്പടി വിഷയമാണ്. ഷേർലി ഉടമ്പടി ചെയ്യുമ്പോൾ ഷേർലി അത് വിഷയം എഴുതുന്നുണ്ട്. എന്താണ്? എൻ്റെ മകൻ്റെ അമ്മയുടെ തിരുസന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം പറയുന്നുണ്ട്. എന്താണ്? അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ എന്ത് ചെയ്യാനാണ്? ഇതാണ് എൻ്റെ മകൻ്റെ അവസ്ഥ. ഞാനവനെ തല്ലാനോ കൊല്ലാനോ പറ്റുമോ? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അവന് ഒരു ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മാർക്ക് കൊടുക്കണം. അപ്പോൾ അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനിവർ ചെയ്യണ കാര്യത്തിൽ ഇവനോട് പറയും, നീ പരീക്ഷ എഴുത്, പറ്റണ പോലെ പഠിച്ച് പരീക്ഷ എഴുത്, ബാക്കിയുള്ളത് അമ്മയോട് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥം വഹിച്ച് നിനക്ക് മാർക്ക് വാങ്ങിച്ചു തരാമെന്നാണ് പറയണത്. ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കമായ ഒരു ശരണമാണ്. ബുദ്ധിജീവികളൊന്നും ഈ മേഖലയിൽ വാപൊളിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ബുദ്ധി മാത്രമല്ലേ ഉള്ളൂ. ബുദ്ധി മാത്രം കൊണ്ട് ഈ ലോകത്ത് ചില അസൈൻമെൻറ്റുകളെ കവർ ചെയ്യാൻ പാടായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് നിലവാരം എന്ന് പറയണത് എന്താ? വിശ്വാസം എന്ന് പറയണത് സർവശക്തനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ വിശ്വസിക്കുകയാണ്. ഇപ്പം സൃഷ്ടാവിൽ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത്, പിന്നെ എന്താണ്? സർവശക്തനിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉള്ള ഒരു ത്രെഡായിട്ടാണ് നമുക്ക് ഫെയ്ത്ത് തന്നിരിക്കുന്നത്. സൃഷ്ടികളിൽ അതാത് കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യർ എല്ലാവരും ഒരേ നിലവാരമുള്ള ബുദ്ധിയുള്ളവരാകുമോ? ഒരിക്കലും ആകത്തില്ല. എല്ലാ മേഖലകളിലും എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമാ നടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അയാൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തതെന്നാണ് അയാൾ തന്നെത്താൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. അത് അയാൾ ഒരു അവിശ്വാസിയാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരാളെ കെട്ടിയെടുത്ത് അയാളെ ഇൻ്റർവ്യൂ ചെയ്യിക്കുകയാണ്. അവരാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതല്ല, ഇയാളുണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആണത്. അത് കേൾക്കും പറയാൻ പറ്റും. അയാൾ അതിനകത്ത് പറയുന്ന സാധനം, ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കാത്തത്? ഇവിടെ പാവപ്പെട്ടവരുള്ളത് കൊണ്ടാണ്.
പണക്കാരെയും പാവപ്പെട്ടവരും രണ്ടും രണ്ടായിട്ടുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണെന്നാണ് പുള്ളി പറയുന്നത്. മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന്. ഇനി ഒരു രസകരമായ വിഷയത്തിൽ ഇപ്പോൾ ഒരേ തരത്തിൽ ബുദ്ധിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് ഒരേ വരുമാനമാണ് ഇവിടെ കിട്ടുന്നത്? അല്ല. ഒരേ ബുദ്ധിയും ഒരേ ക്ലാസ്സും ഒരേ എഡ്യൂക്കേഷനും ഉള്ളവർക്ക് ഒരു വരുമാനമാണ് കിട്ടുന്നത്? അല്ല. എന്താ കാര്യം? അവർക്കില്ലേ ചിലർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ അവരതിൻ്റെ അകത്ത് വ്യക്തിപരമായ അവരുടെ അനുഭവജ്ഞാനവും കമ്മിറ്റ്മെൻറ്റിൻ്റെ വിഷയമുണ്ടല്ലോ. ഇപ്പം ഡെഡിക്കേഷൻ എന്നല്ലേ പറയണത്. ഇപ്പം ഡെഡിക്കേഷൻ എന്നൊക്കെ പറയണത് പണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കായിരുന്നു ഡെഡിക്കേഷൻ, ഡിവോട്ടി എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു നഗ്നതയൊക്കെ കാട്ടി അഭിനയിക്കേണ്ട റോള് കൊടുത്താൽ അതങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സംവിധാനം എന്താ പറയുന്നത്? അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയും. ഒരു അക്ഷരങ്ങൾ ഒരു വാക്കിന് സംഭവിക്കുന്ന വ്യത്യാസം കണ്ടില്ലേ? ഇപ്പോൾ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ ദൈവികമായൊരു വാക്ക് ഇന്ന് വരുമ്പോൾ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത്. ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതുപോലെ ഈ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ്. എത്ര ബുദ്ധി ഈക്വലായാലും ശരി, ഡെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പണം, ആ വിഷയത്തെ അർപ്പണം വരുമ്പോൾ തന്നെ അർപ്പണം ഉള്ളവരുണ്ടാകും. ചിലർക്ക് ഉറങ്ങാൻ എനിക്കിഷ്ടം, ചില ആൾക്കാർക്ക് അത് എഴുന്നേറ്റിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടം. ആരായിരിക്കും രക്ഷപ്പെടുന്നത്? വർക്ക് ചെയ്യുന്നതിനായിരിക്കും രക്ഷപ്പെടുന്നത്. അപ്പോൾ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ്. അപ്പോൾ ദൈവത്തെക്കാളുപരി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും, പിന്നെ ബൈബിളനുസരിച്ചിട്ട് ആരാണ് സന്തോഷവാനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആരാണ് സന്തോഷവാൻ, ആരാണ് ആനന്ദം അനുഭവിക്കുന്നത്? എല്ലാ സമയത്തും നല്ല ആഹാരങ്ങൾ കിട്ടി നല്ല യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ് സന്തോഷവാൻ. അത് തൻ്റെ അധ്വാനം കൊണ്ട് കുടുംബത്തെ പുലർത്തി ഉള്ള ആഹാരം രുചികരമായിട്ട് കഴിക്കുന്നയാളാണ് സന്തോഷവാൻ. നമുക്ക് പറയാൻ പറ്റത്തില്ല, അതെല്ലാം സബ്ജക്റ്റ് കേസാണ്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് അത്രയും വിഭവങ്ങളില്ല. പക്ഷെ നല്ല വിഭവങ്ങളുള്ള ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതൽ, വിഭവമില്ലാത്തവർക്ക് കുറവെന്നൊക്കെ പറയണത് അത് തന്നെയല്ലേ ഏറ്റവും ഐക്യം എന്ന് പറയണത്. നിങ്ങളെ വിഭവം കുറവുള്ള ആൾക്കാരുടെ ജീവിതമെന്ന് നോക്കിയവരോട് ചോദിക്കണം, അവർ വളരെയേറെ ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടൊരു കഥയുണ്ട്. കഥയല്ല, ശരിക്കും. അപ്പോൾ അന്ന് പോലെ ഞാൻ ശരിക്കും, അതായത് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ലേബർ ഫോം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ലേബർ ഫോം വെച്ചാൽ ഈ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയും അവൻ്റെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനൊരിക്കൽ അതിൻ്റെ സെക്രട്ടറിയായിരുന്നു. അപ്പോഴേ ഞങ്ങളെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെയൊക്കെ ഞങ്ങളിങ്ങനെ പാവപ്പെട്ടവരുടെ സോക്കോൾഡ് അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നമ്മളിപ്പോൾ ചേരി എന്നൊക്കെ പറയണത് ഇന്നത്തെ സമയത്ത് അങ്ങനെ സബ്സ്റ്റാൻഡേർഡ് വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അന്നത്തെ കാലത്ത് ആ വാക്കിന് ചേരി തന്നെയാണ് നടത്തുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ആലുവയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പൂപ്പനാണ് ഒരു രണ്ട് തെങ്ങും തടി വെച്ച് ആണ്, കട്ടിലില്ല, തെങ്ങും തടിയിൽ എന്തോ ഒരു കയറ്റ് പായക്കിട്ട് മേലെ പായ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താ കാര്യം? ഞങ്ങൾ കട്ടിലാണ് കിടക്കണത്. അപ്പം കട്ടിലെ കൊതുക് വരെയൊക്കെ ഉണ്ട്. അപ്പം അവന് കൊതുക് വരെയില്ല, അതിന് പകരം എന്തെങ്കിലുമൊക്കെ ചകിരിയൊക്കെ വെച്ച് പോക്കുന്ന പരിപാടിയാണ്, അത് പുറത്താണ്. അപ്പോൾ ഞങ്ങളൊക്കെ ദൈവം ഇത് എങ്ങനെ നരകം പിടിച്ച് എന്തൊരു ജീവിതം. ഈ അപ്പാപ്പന് നമുക്ക് കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ശിശുയുടെ മുമ്പിൽ നിന്നല്ലേ ഇതൊക്കെ പറയണത്. ഇപ്പോൾ അതായത് ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്കന്നൊരു വരുമാനം ഇല്ലല്ലോ.
ഇപ്പം ഞങ്ങളുടെ ഈ ലേബർ ഫോമിലുള്ള ആൾക്കാരെല്ലാം ഇട്ടുകൂട്ടി 10 രൂപ 20 രൂപയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ സെമിനാരി കാർപ്പൻറ്ററിനെ പോയി കണ്ട്. കാര്യം സെമിനാരി എപ്പോഴും 2 കാർപ്പൻറ്റേഴ്സ് സ്ഥിരം ഉണ്ടാവും. അപ്പം അവരോട് പറഞ്ഞ ചേട്ടൻ ഞങ്ങളോട് ബന്ധമുള്ളതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ ഞങ്ങൾ കുറച്ച് കാശ് തരാം, സെമിനാരിയിൽ നിന്ന് പ്രൊക്രേറ്റർ അച്ഛനോട് തടി അനുഭവിപ്പിച്ച് തരാം, ഒരു കട്ടിലുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോഴുടനെ അപ്പോൾ ആ ചേട്ടൻ കാർപ്പൻറ്റർ പറഞ്ഞു ഓക്കെ, പക്ഷേ ഈ ടൈമിന് പറ്റില്ല, 5 മണി വരെ എനിക്ക് വർക്കുള്ളതാണ് ഇവിടെ. 5 മണി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് വീതം നിങ്ങളുടെ വർക്ക് ചെയ്യാം. ഉടനെ തരാൻ പറ്റത്തില്ല, കാര്യം ഞാൻ രാവിലെ നമുക്ക് മനസ്സിലാവും രാവിലെ 8 മണിക്ക് വരുന്ന ആളാണ് 5 മണിക്കാണ് പോകുന്നത്. പിന്നെ നമ്മുടെ വർക്ക് എക്സ്ട്രാ വർക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആയിട്ട് ആ മനുഷ്യൻ 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് കട്ടിലുണ്ടാക്കി തന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം ഈ കട്ടിൽ ഞങ്ങളൊരു ശനിയാഴ്ച ആഘോഷമായിട്ട് ഈ 6 പേരും കൂടി ചുമന്നുകൊണ്ട് ചേരിപ്പോവും. കട്ടിലാണ്, വലിയ സംഭവമല്ലേ. അപ്പം അത് ചുവന്നുകൊണ്ട് ചേരി ചെന്ന് ഈ കട്ടിലിട്ട് കൊടുത്ത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേണ്ട വലിയ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന പോലെയാണ്. കാര്യം ഏറ്റവും വലിയൊരു സൽപ്രവൃത്തി നമ്മൾ ചെയ്ത പോലെ അതിൻ്റെ എല്ലാ ത്യാഗവും അനുഭവിച്ചാണ് ചെയ്യണത്. എല്ലാ ത്യാഗവും, കാര്യം ഞങ്ങളുടെ കയ്യിലും കാശില്ല, ഇത്ര പേര് ത്യാഗം അനുഭവിച്ചു, ആ കാർപ്പൻറ്ററും ത്യാഗം അനുഭവിച്ചു. അപ്പം ഇത് ഇങ്ങനെ കൊണ്ടുപോയി കട്ടിൽ കൊടുത്ത് ഞങ്ങൾ മേടിക്കാനുള്ള കാശും കൊടുത്ത് അപ്പം അപ്പനെ അവരുടെ സന്തോഷമായിട്ട് പോകുന്നു. അവർ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ചേരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പനെ കാണാൻ പോകണ്ടേ എന്ന് വിചാരിച്ചു അങ്ങ് പോവാം. അപ്പോൾ പപ്പന് സന്തോഷമാവില്ല, വേറെ ഒന്നുമില്ല, ആ മുഖത്തൊരു ചിരി കാണണം. നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ച് പോകണമല്ല, ആ മുഖത്തൊരു ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആശ്വാസം, ഒരു സംതൃപ്തി, അതാണ് ഉദ്ദേശിക്കണത് അന്നത്തെ. അപ്പോഴേ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിൽ കാണാനില്ല. അപ്പോൾ ഞങ്ങളുടെ മുഖം ആപ്പാടെ വിളറി. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് നിങ്ങളുടെ കട്ടിലെന്തി? അപ്പോൾ അവരാരും മിണ്ടണില്ല, ഞങ്ങൾക്ക് കട്ടിലില്ല. അപ്പോഴേ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഷമ്മാശം പറയണേ, ഷമ്മാശ അതേ കട്ടിൽ കിടന്നിട്ട് അപ്പാപ്പന് ഉറക്കം മുന്നില്ല, അതാണ് പ്രശ്നം. ആ കട്ടിലെ കിടന്നിട്ട് ഉറക്കം സത്യമായിട്ട് നടന്ന കാര്യമാണ്. അവർക്ക് അപ്പാപ്പന് ഉറങ്ങാൻ പറ്റണില്ല. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ എടുത്ത് പുറത്തിട്ട് അപ്പനെ താഴെ കിടത്തിക്കൊണ്ട് മറ്റുള്ളവരെങ്ങനെ കട്ടിലൊക്കെ കിടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ കൊടുത്തിട്ട് ആ കട്ടിൽ കൊടുത്ത് കാശ് പിടിച്ചു. കട്ടിൽ കൊടുത്തൊരു കാശ് മേടിച്ചു. എന്നിട്ടിട്ട് കാര്യം ചെറിയ വീടാണ്, അതിൻ്റെ അകത്ത് കട്ടിലിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോകും. പക്ഷേ അതുകൊണ്ട് അവരാരും ഇട്ടില്ല, കട്ടിൽ അവർ വിറ്റ് കാശ് മേടിച്ചു. അന്നത്തെ ഒരു സാഹചര്യം അവർക്കതായിരുന്നു നല്ലത്. ചിലപ്പോൾ അന്ന് 100-300 രൂപ കട്ടിലും കിട്ടുകയാണെങ്കിൽ അവർക്കത് നല്ലത് കാര്യമാണ്, അവർക്ക് കിട്ടും. പക്ഷേ പ്രശ്നം വെച്ചാൽ സത്യസന്ധമായിട്ട് അപ്പാപ്പനെ അതിൻ്റെ അകത്ത് കിടന്ന് ഉറക്കം വന്നില്ല, അതാണ് പ്രശ്നം. കാര്യം അപ്പാപ്പൻ നോക്കുമ്പോൾ ആ പഴയ ആ 2 തടിയില്ലേ, ആ തടിയും ആ കയറ്റുപായും അതിൻ്റെ പുറത്ത് കണക്കായും അപ്പം സുഖമായി കിടന്നുറങ്ങും, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞങ്ങൾ ആർക്കാണ് തെറ്റുപറ്റിയത്? ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിച്ചത് ഈ അപ്പാപ്പൻ ഭയങ്കരമായ നരകം അനുഭവിക്കുകയാണ്, സങ്കടമൊക്കെയാണ്. അപ്പാപ്പനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാർഗം ഞങ്ങൾ കണ്ടുപിടിച്ച്, എന്താണ്, കട്ടറുണ്ടാക്കി കൊടുക്കുക. പക്ഷേ എന്തേ, അപ്പാപ്പൻ അത് റിജക്റ്റ് ചെയ്ത് ഒരു അനുഭവം കൊണ്ട്. ഇപ്പം ആരാണ് സന്തോഷം അനുഭവിക്കണത്, ആരാണ് ദുഃഖം അനുഭവിക്കണമെന്ന് പുറത്ത് നിന്ന് പറയാൻ പറ്റത്തില്ല. അത് മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഭയങ്കരമായ അവർക്കൊരു ജീവിതവുമില്ല, അവർ സങ്കടത്തിലാണ് അനുഭവിക്കണമെന്ന് പുറത്ത് അവരോട് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ മാനസികമായിട്ട് ഹാപ്പി ആയിരിക്കും. അത് പല കുടുംബങ്ങളിൽ ഞാൻ ഇപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഏതാണ്? ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ഞാൻ 21 കൊല്ലം 30 കൊല്ലം കൗൺസ് ചെയ്തില്ലേ, 30 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷം അനുഭവിക്കുന്നത് ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ആവറേജിന് താഴെയുള്ള കുടുംബങ്ങൾ
അവർക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഇല്ല, ആവശ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ചുള്ള സംഭ്രമങ്ങളില്ല, അതിനു വേണ്ടിയുള്ള അത് നേടാൻ വേണ്ടിയുള്ള ആക്രാന്തങ്ങളില്ല, അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഭാരങ്ങളില്ല. അവരും അവസാനം മരിക്കും. ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും മരിക്കും. എല്ലാം കണക്കല്ലേ അവസാനം. 2-3 റീത്ത് കൂടുതൽ കിട്ടുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ സിമിത്തേരി ചെന്ന് നോക്കും മനസ്സിലാകും. ഈ സിമിത്തേരിൽ നമ്മൾ എപ്പോഴും അടക്കത്തിന് ഞാൻ പോകുമ്പോൾ ഓരോരോ കുഴികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ചില കുഴികൾക്ക് ഒരു 10 റീത്ത് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒരു സാധനവും ഇല്ല. അതായത് ചില കുഴികൾക്ക് സിമിത്തേരി നോക്കിയാൽ ചിലപ്പോൾ 5 റീത്ത് ചിലവുണ്ട്, ചിലയിടത്ത് 10 റീത്ത് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുഴിയാഴ്ചക്ക് ചെല്ലുമ്പോഴാണ് ഈ റീത്തെടുത്ത് ദൂരെ എറിയണ കാണാം. ആര്? കുഴിവെട്ടി. എന്തിനാണ് എറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശല്യമാണേ. ഈ റീത്തും അതിൻ്റെ പുറത്ത് കിടക്കണ ഈ ചുറ്റിക്കെട്ടും പിന്നെ ചീഞ്ഞ പൂവും എല്ലാം കൂടി അവർ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിലിടും. ബന്ധുക്കൾ വലിയ സ്വന്തമായിട്ട് കൊടുത്ത സാധനത്തിന് അവസാനം പോയി ഈ റീത്തുകൾ വീഴേണ്ടത് തെമ്മാടിക്കുഴിയിലാണ്. അപ്പോൾ അവസാനം ഒരു കാര്യം വ്യത്യാസമില്ല. അപ്പം നമ്മൾ പുറത്ത് നിന്ന് അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞ ആരോട് ഈശോ പറയുന്ന ഏറ്റവും നല്ല വാക്കുകളിലൊന്നാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ